മിനിമം 2 years, അതൊരു 3 year ആണെങ്കിൽ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ലാംഗ്വേജ് സ്കിൽ A1 ആണ് പറയുന്നത്. നിങ്ങളൊരു B2 ലെവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിവേ നിങ്ങൾക്ക് ഒരു 6 point മീറ്റ് ചെയ്യണം. ബേസിക്കലി നിങ്ങൾ 6 point ആണ് ഇവിടെ നിന്ന് നമുക്ക് ബേസിക് ആയിട്ട് ഉണ്ടാക്കേണ്ടത്. ഈ പോയിന്റ് എങ്ങനെ വരുന്നു? നമുക്ക് ജോലി ചെയ്യാൻ സാധ്യതയുള്ള റെഗുലേറ്റഡ് പ്രൊഫഷണൽ ഹെൽത്ത് കെയർ ആണ് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളതിൽ ഡെന്റിസ്റ്റ്, ഓഡിയോളജിസ്റ്റ്, ഫാർമസിസ്റ്റ് ഇങ്ങനെയൊക്കെയാണ്. ജർമ്മനിയിൽ ഷോർട്ടേജ് ലിസ്റ്റിലുണ്ടെങ്കിൽ എക്സാമ്പിൾ IT എഞ്ചിനീയേഴ്സ് അങ്ങനെ ഷോർട്ടേജ്. ഇതൊരു പോയിന്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ സിസ്റ്റം ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എത്രത്തോളം പോയിന്റ് ഗെയിൻ ചെയ്യാൻ പറ്റും അത്രത്തോളം പോയിന്റ് നിങ്ങൾക്ക് സക്സസ് റേഷ്യോ നിങ്ങൾക്ക് ഉണ്ടാവും. എക്സാമ്പിൾ ഒരു ബാച്ചലർ ഡിഗ്രി ഉള്ള ഒരാൾ മാസ്റ്റേഴ്സ് ഒക്കെയാണ്, മിനിമം 2 years, അതൊരു 3 year ആണെങ്കിൽ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ലാംഗ്വേജ് സ്കിൽ A1 ആണ് പറയുന്നത്. നിങ്ങളൊരു B2 ലെവൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങളുടെ പോയിന്റ് ഉയരും. അതുപോലെ നിങ്ങൾക്ക് IELTS എക്സാം നോർമലി B2 ലെവൽ അത് 7 ആണ്. അപ്പം ഈ പോയിന്റ് സിസ്റ്റം എങ്ങനെ മാക്സിമൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഏറ്റവും കൂടുതൽ പോയിന്റിൽ എത്തിക്കാൻ സാധിക്കുമോ അത്രത്തോളം നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകും. എനിവേ നിങ്ങൾക്ക് ഒരു 6 point മീറ്റ് ചെയ്യണം. ബേസിക്കലി നിങ്ങൾ 6 point ആണ് ഇവിടെ നിന്ന് നമുക്ക് ബേസിക് ആയിട്ട് ഉണ്ടാക്കേണ്ടത്. ഈ പോയിന്റ് എങ്ങനെ വരുന്നു നമുക്ക് അടുത്ത പോയിന്റ് സിസ്റ്റത്തിന്റെ കാൽക്കുലേഷൻ കാണിച്ചു തരാം. ഈ പോയിന്റ് സിസ്റ്റം 4, 3, 2, 1 ഇങ്ങനെയാണ് പോയിന്റ് വരുന്നത്. അത് എങ്ങനെ വരുന്നു എന്ന് പറയാം. എഡ്യൂക്കേഷന്റെ പോയിന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പറയാം. യൂണിവേഴ്സിറ്റി, ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റി, അതായത് നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള എഡ്യൂക്കേഷന്റെ റെക്കഗ്നൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, അതിനെ റെക്കഗ്നൈസ് ചെയ്യണം. പിന്നെ ഈ ജർമ്മനിയിൽ അതിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ടീം മെമ്പേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ റിക്രൂട്ടേഴ്സ് പറഞ്ഞു തരും. അപ്പോൾ ജർമ്മനിയിൽ അത് റെക്കഗ്നൈസ് ചെയ്യും. അതിന് നിങ്ങൾക്ക് ഫുൾ റെക്കഗ്നൈസേഷൻ കിട്ടുമോ അല്ലെങ്കിൽ പാർട്ട് റെക്കഗ്നൈസേഷൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് 4 point ഗെയിൻ ചെയ്യാൻ സാധിക്കും. ഇതാണ് എഡ്യൂക്കേഷൻ വഴി കിട്ടുന്ന പോയിന്റ് സിസ്റ്റം. നിങ്ങൾ റെഗുലേറ്റഡ് പ്രൊഫഷണൽ ആണ്. നിങ്ങൾക്ക് ജർമ്മനിയിൽ ജോലി ചെയ്യാൻ സാധ്യതയുള്ള റെഗുലേറ്റഡ് പ്രൊഫഷണൽ ഹെൽത്ത് കെയർ ആണ് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളതിൽ ഡെന്റിസ്റ്റ്, ഓഡിയോളജിസ്റ്റ്, ഫാർമസിസ്റ്റ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ, നഴ്സസ് ഓഫ് കോഴ്സ്. ജർമ്മനിയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള ലൈസൻസിങ് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് 4 point അതിലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ എക്സ്പീരിയൻസ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എഡ്യൂക്കേഷൻ മാത്രമല്ല നിങ്ങളെ പ്രൊഫഷണൽ ആക്കി മാറ്റുന്നത്, അതിൻ്റെ കൂടെ നിങ്ങളുടെ എക്സ്പീരിയൻസോടെ ചേരുമ്പോഴാണ് നിങ്ങളൊരു പ്രൊഫഷണൽ ആയിട്ട് മാറുന്നത്. എഡ്യൂക്കേഷൻ ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് റെക്കഗ്നൈസേഷൻ കിട്ടുവാണെങ്കിൽ യു വിൽ ഗെറ്റ് 4 points. അതുപോലെ തന്നെ ഇനി എക്സ്പീരിയൻസിൻ്റെ കേസ് വരുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തിൽ നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ യു മേ ഗെറ്റ് 2 points. നിങ്ങൾക്ക് കഴിഞ്ഞ 7 വർഷത്തിൽ ഒരു 3 year എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ യു മേ ഗെറ്റ് 3 points. ഇതാണ് എക്സ്പീരിയൻസ് എന്ന് കിട്ടുന്ന നിങ്ങളുടെ പോയിന്റ്സ്. അതേപോലെ നിങ്ങളുടെ സ്കിൽ, എക്സ്പീരിയൻസ് ജർമ്മനിയിൽ ഷോർട്ടേജ് ലിസ്റ്റിലുണ്ടെങ്കിൽ, എക്സാമ്പിൾ IT എഞ്ചിനീയേഴ്സ് അങ്ങനെ ഷോർട്ടേജ് ലിസ്റ്റിലാണ് നിങ്ങളുടെ കാറ്റഗറി വരുന്നതെങ്കിൽ യു മേ ഗെറ്റ് 1 point. അപ്പം ഇതൊക്കെയാണ് പ്രധാന പോയിന്റ്സ് കിട്ടാനുള്ള സാധ്യതകൾ. അതേപോലെ തന്നെ ഇനിയും ഇമ്പോർട്ടൻ്റ് ആണ് ലാംഗ്വേജിലൂടെ കിട്ടുന്ന പോയിന്റ്സ്. ലാംഗ്വേജിൽ കിട്ടുന്ന പോയിന്റ് A2 ജനറൽ ജർമ്മൻ എടുക്കുകയാണെങ്കിൽ 1 point, B2 ജർമ്മൻ ആണെങ്കിൽ 2 point, ഇനി C2 ജർമ്മൻ ആണെങ്കിൽ 3 points. അതേപോലെ C1 ലെവൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് സ്കോർ കിട്ടുവാണെങ്കിൽ ഇറ്റ്സ് അറൌണ്ട് 7 point എബോവ് സ്കോറാണ്. അപ്പോൾ 7 എബോവ് സ്കോർ ഒക്കെ ചെയ്യാനാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് 1 point കിട്ടും. എന്തായാലും ജർമ്മൻ A2 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ 1 point ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് A2 എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എന്തായാലും A1 ചെയ്യുന്നവർക്ക് A2 ഇറ്റ്സ് സിമ്പിൾ. A1 ചെയ്യുന്നവർ A2 കൂടെ ചെയ്തിട്ട് വേണം. ഇതൊന്നും നിർബന്ധമല്ല. നിങ്ങൾക്ക് ബാക്കിയുള്ള പോയിന്റിലൂടെ 6 കിട്ടുവാണെങ്കിൽ നിർബന്ധമല്ല. പക്ഷേ നിങ്ങൾ ഞാൻ ഡിമെറിറ്റ്സിൻ്റെ ഒരു ഭാഗം പറയുമ്പോൾ എന്തുകൊണ്ട് ജർമ്മനിലൂടെ പഠിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഏജ് 35 points ഏജ് ആണെങ്കിൽ നിങ്ങൾക്കൊരു 2 points അതിലൂടെ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഏജ് അപ് ടു 35 ആണെങ്കിൽ നിങ്ങൾക്ക് 2 point. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത് പ്രോസസ് ചെയ്യുന്ന സമയത്ത് 35 അല്ല, ഒരു 33 ആളുകളൊക്കെ പ്രോസസ്സ് ആരംഭിക്കുക. 35 എന്ന് പറയുന്നത് എഡ്ജിൽ കൊണ്ട് പ്രോസസ്സ് ആരംഭിച്ച് നിങ്ങളുടെ ഏജ് ഓവർ ആയി കഴിയുമ്പോൾ ഈ 2 points ഗെയിൻ ചെയ്യും. കിട്ടില്ല 35 to 40 ആണെങ്കിൽ 35 കഴിഞ്ഞാൽ നിങ്ങളുടെ പോയിന്റ് 1 കുറയും. 1 point ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇനി സ്പൗസ് പോയിന്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സ്പൗസ് അഡാപ്റ്റബിലിറ്റി പോയിന്റ്. സ്പൗസും ഈ പ്രോസസ്സ്, നിങ്ങളുടെ സ്പൗസ് ഈ പ്രോസസ്സിൽ പങ്കെടുക്കുന്നു. അവരും ഇൻഡിവിജ്വൽ ആയിട്ട് ഇതേപോലെ എല്ലാ കാറ്റഗറിയും ഉള്ള ഒരാളാണ്. അവർ ഒരേ എംബസിയിലൂടെ ഈ പ്രോസസ്സ്, അല്ലെങ്കിൽ ഒരേ കോൺസുലേറ്റിലൂടെ തന്നെ ഈ പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 point അഡാപ്റ്റബിലിറ്റി വഴിയും നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ സാധിക്കും. അതായത്
സ്പൗസ് ജർമ്മനിയിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാൾ സൗദി അറേബ്യയിൽ ചെയ്യുന്നു, അങ്ങനെയല്ല, ഒരേ പ്രോസസ്സ് ഒരേപോലെ തന്നെ. അത് ഒരു ഇമിഗ്രേഷൻ അറ്റോർണി വഴി നിങ്ങൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ എടുക്കുക, അല്ലെങ്കിൽ എക്സ്പേർട്സ് വഴി അത് ക്ലാരിഫിക്കേഷൻ എടുക്കുക. അങ്ങനെ അഡാപ്റ്റബിലിറ്റി വഴി ഒരു പോയിന്റ് നിങ്ങൾക്ക് ലഭ്യമാണ്. ഇനിയും ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ആൾക്ക്, ജർമ്മനിയിൽ സ്റ്റേ ചെയ്ത ഒരാൾ റെസിഡൻസ് ആയിരുന്നു, അതായത് അറ്റ്ലീസ്റ്റ് ഒരു 6 month എങ്കിലും ടൂറിസ്റ്റ് വിസ അല്ലാതെ എന്തെങ്കിലും പഠിക്കുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺസൈറ്റ് ജോബിനോ ജർമ്മനിയിൽ നിങ്ങൾ 6 മാസത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ അതുവഴിയും നിങ്ങൾക്ക് ഒരു പോയിന്റ് ലഭിക്കുന്നതായിരിക്കും. ഇതാണ് ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിന്റെ പോയിന്റ് സിസ്റ്റം, അല്ലെങ്കിൽ പോയിന്റ് കിട്ടാനുള്ള മാർഗങ്ങൾ. നിങ്ങൾ 6 പോയിന്റ് എത്തണമെന്ന് ഞാൻ പറഞ്ഞു. 6 പോയിന്റ് എങ്ങനെയൊക്കെ എത്താവുന്നതാണ് ഈ മാർഗങ്ങളിലൂടെ എത്താം. ഇപ്പൊ ഞാൻ ഒരു പ്രൊഫഷണലിന് പല ഐഡിയകൾ തോന്നിയിട്ടുണ്ട്. പലരും നിങ്ങൾ ക്വാളിഫൈഡ് ആണ്. അപ്പം ക്വാളിഫൈഡ് ആൾക്ക് സെൽഫായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഞങ്ങളുടെ എക്സ്പേർട്ട് നിങ്ങൾക്ക് തരും. ഇത് ഫ്രീ ഇവാലുവേഷൻ ആണ്. ഞങ്ങളുടെ എക്സ്പേർട്ട് നിങ്ങളെ സഹായിച്ച് ഫ്രീ ആയിട്ട് നിങ്ങൾക്കൊരു ഇവാലുവേഷൻ റിപ്പോർട്ട് നൽകുന്നതായിരിക്കും.